വലിയ കടത്തിൻ്റെ ഒരു ഭാരത്തിൽ നിന്നും ഏറ്റവും മുന്നോട്ട് വന്ന 5 സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് എന്ന് CNDG തന്നെ റിപ്പോർട്ട് ചെയ്ത് നേരത്തെ വാർത്ത വന്നല്ലോ. ഇന്ത്യ ഗവൺമെന്റിനും വലിയ കടമുണ്ടായിരുന്നു കോവിഡ് സമയത്ത്. 67% വരെയൊക്കെ GDP പോയിട്ടുണ്ട്. കേരളം 37-38% വരെ പോയത്, 39 അടുത്തേക്ക് പോയി. അതെല്ലാം ഈ താഴോട്ട് വന്നു. അങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടം നിയന്ത്രിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിൽ 40 വർഷക്കാലത്തിനിടയിലോ ഓരോ 5 വർഷവും കടം 90%-ഓ 100%-ഓ അല്ലെങ്കിൽ ഏകദേശം ഇരട്ടി ആകുമായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് 4 years, അതിപ്പോൾ ഈ വർഷം കഴിയുമ്പോൾ 5 വർഷമാവും. ഈ ഗവൺമെൻറ് കാലം, രണ്ടാം ഗവൺമെൻറ് കാലത്ത് 5 വർഷം കൊണ്ട് ആ കടം ഇരട്ടിയാവുന്നില്ലെന്ന് മാത്രമല്ല 60% ആ വർധന വരുന്നുള്ളൂ. വെച്ചാൽ സാധാരണഗതിയിൽ മുൻപൊക്കെ അനുവദിച്ചിരുന്ന പോലെ കടമെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ 6 ലക്ഷം കോടിയിലേക്ക് എത്തേണ്ട കേരളത്തിന്റെ ബോറോയിങ് 4,70,000 കോടിക്ക് അപ്പുറത്തേക്ക് പോവില്ല എന്ന് കണക്കുകൾ വന്നു. എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പത്തെ ഗവൺമെന്റ് കിട്ടിയ കണക്കനുസരിച്ചാണെങ്കിൽ 1,25,000 കോടിയും കൂടി എടുക്കാൻ പറ്റുമായിരുന്നു കേരളത്തിന്. എന്നിട്ടും പ്രവർത്തനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇന്ന് ഞങ്ങൾ 6 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ ചില ആവശ്യങ്ങൾ സംബന്ധിച്ച് മെമ്മോറാണ്ടം കൊടുത്തിരുന്നു. അത് കണ്ട് സംസാരിച്ചിട്ട് നേരെ വരുന്ന വഴിയാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും 3-4 കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് പറഞ്ഞത്. മുൻപ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ചേർത്തുകൂടിയാണ് പറഞ്ഞത്. അത് സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് നോക്കാമെന്നുള്ള മറുപടിയാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മലാ സീതാരാമൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് അത് സംബന്ധിച്ച് അതിൻ്റെ ആ പറഞ്ഞ കാര്യങ്ങൾ നോക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് കേരളം മുന്നോട്ട് വച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംബന്ധിച്ച് ഉള്ള പരിഗണന വരുമെന്ന് കരുതുന്നു. 3-4 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, ഈ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള തുകയുടെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് പ്രത്യേക ഒരു ഫണ്ടായിട്ട് രൂപീകരിക്കണം. ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് വേണം. ആ റിഡംഷൻ ഫണ്ട് രൂപീകരിച്ച് ആ തുക മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് തരുന്ന നമ്മുടെ കടപരിധിയിൽ നിന്നും പണം കുറയ്ക്കും. അങ്ങനെ 3,300 കോടിയിലധികം രൂപ ഈ വർഷം ആദ്യം നമുക്ക് കിട്ടേണ്ടതിൽ നിന്ന് കുറച്ചിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് സംസാരിച്ചു. അത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ കേന്ദ്രം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അതാണ് ഒരു കാര്യം. ഈ 3,300 കോടി രൂപ നമുക്ക് ഈ വർഷം കിട്ടേണ്ടതിൽ നിന്ന് കുറഞ്ഞൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, 1,822 കോടി രൂപ നേരത്തെ നമുക്ക് അനുവദിച്ച ഒരു തുക, ഇൻട്രീം ആയിട്ടൊരു ഫണ്ട് ബോറോയിങ്ങിൻ്റെ സ്പേസിൽ അനുവദിച്ച തുക അത് കുറച്ചിരുന്നു. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കുകളൊക്കെ വെച്ചിട്ട് അത് സംബന്ധിച്ച് അത് ഒന്നുകൂടി പരിശോധിക്കണമെന്നുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചിട്ട് ആ കാര്യങ്ങളും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിന് നാഷണൽ ഹൈവേക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്ന ഏകദേശം 5,600-ലധികം 6,000 കോടിയോളം വരുന്ന 5,600 കോടി രൂപ നമ്മൾ നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടിയിട്ട് ഭൂമി എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. പൊതുവേ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഭൂമി എടുക്കാനായിട്ട് കൊടുക്കുന്ന തുക നാഷണൽ ഹൈവേ അതോറിറ്റി NHAI ആണ്, അവരാണ് മുടക്കുന്നത്. കേരളത്തിൽ ഭൂമിക്ക് വളരെ വിലയാണ് എന്നുള്ളത് കൊണ്ട് നാഷണൽ ഹൈവേ നിർമ്മാണം താമസിച്ചപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കേരളം കൂടി മുടക്കാൻ തയ്യാറായി. ഈ 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് തുടങ്ങിയത്. 1ാം LDF ഗവൺമെൻറ്റും 2ാം LDF ഗവൺമെൻറ്റും അതിനായിട്ട് പണം മുടക്കി വലിയ തോതിൽ നമ്മൾ ആ ഭൂമി എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ ആ പണി പൂർത്തീകരിക്കാൻ പോകുന്നത്. നല്ലൊരു ഭാഗം പൂർത്തീകരിച്ച് കഴിഞ്ഞു. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. പക്ഷേ അത് മറ്റൊരു സംസ്ഥാനത്തിന്, ഈ ഒരു സ്റ്റേറ്റിലെ ആകെയുള്ള NHന് അത്രയും പണം കൊടുക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പണം കേരളത്തിൻ്റെ, അത് നമ്മൾ മൂലധന നിക്ഷേപ എന്ന നിലയിൽ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന നിലയിൽ ബോറോ ചെയ്തിട്ട് നൽകിയ പണമാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ നമുക്ക് ആ അഡീഷണൽ ബോറോയിങ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. കാരണം NHAയുടെ ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്ത പണം എന്ന നിലയിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഫൈനാൻസിന് കിട്ടേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതുകൂടി ഒന്നുകൂടി പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്ര ധനകാര്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്, ഈ ഒരു 0.5% അഡീഷണൽ ബോറോയിങ് നമ്മൾ ചോദിച്ചിരുന്നു. എല്ലാ സ്റ്റേറ്റുകൾക്കും പുതിയ GST പരിഷ്കാരവും മറ്റു കാര്യങ്ങളും എല്ലാം വരുമ്പോൾ വലിയ തോതിലുള്ള വരുമാന നഷ്ടം ഉണ്ടാകും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഞങ്ങളുടെ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് പൊതുവിൽ പരിശോധിക്കേണ്ട കാര്യമാണെന്നാണ് പറഞ്ഞത്. അത് പൊതുവിലാണ് പരിശോധിക്കുന്നത്. അത് സ്റ്റേറ്റുകൾക്കെല്ലാം ബാധിക്കുന്നതാണ്. അത് പരിശോധിച്ചിട്ടാണ് അത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. മറ്റൊന്ന്, 965 കോടി രൂപ ഈ കഴിഞ്ഞ വർഷം അവസാനത്തെ IGST സെറ്റിൽമെൻറ്റിനകത്ത് ഈ മൊത്തത്തിലുള്ള ഫണ്ടിലൊരു കുറവ് വന്നിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് കയ്യിൽ. ആ കുറവ് വന്നത് ആരാ എടുത്തതെന്ന് കൃത്യമായി അറിയാൻ വയ്യ. അത് ഓരോ സ്റ്റേറ്റിനും കുറച്ച്. അങ്ങനെ കേരളത്തിന് 965 കോടി രൂപ കുറഞ്ഞിരുന്നു. അത് സംബന്ധിച്ചുള്ള പ്രശ്നം ഉന്നയിച്ചിരുന്നു. അത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം
ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രി വളരെ പോസിറ്റീവായി കാര്യം പരിശോധിക്കാവുന്ന തരത്തിൽ തന്നെയാണ് ആ ചർച്ച തീർന്നത്. അപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് നമ്മളീ പറഞ്ഞ വളരെ ന്യായമായ കാര്യങ്ങളാണ്. അത് ബോധ്യപ്പെടുത്താനായിട്ട് പലതവണയായിട്ട് നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തുന്ന നടന്ന ചർച്ചയിൽ ആ കാര്യങ്ങൾ വളരെ സജീവമായിട്ട് ഗൗരവത്തോടു കൂടി പരിശോധിക്കാമെന്നുള്ള തരത്തിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞത്. അത് നമുക്ക് പ്രതീക്ഷയുണ്ടാക്കുന്നൊരു കാര്യമാണ്. സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ പുതിയ സാഹചര്യത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ആ പണം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ലഭിക്കേണ്ടതാണ്. അത് ലഭിക്കുകയാണെങ്കിൽ അത്ര ആശ്വാസമാവും. അപ്പോൾ അങ്ങനെ പോസിറ്റീവായ കാര്യം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മീറ്റിങ്ങിൽ വയനാടിൻ്റെ സാമ്പത്തിക പാക്കേജ് ഇല്ലായിരുന്നു. ഞാൻ ഈ മീറ്റിങ്ങിൽ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചത്. കൃത്യമായി യൂണിയൻ ഫിനാൻസിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തിൻ്റെ ധനകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറ്റു പല മീറ്റിങ്ങുകളും നടന്നു, അതിനകത്തുള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നാളെ തന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. ഇന്ന് 3-4 മന്ത്രിമാരെ കണ്ടിരുന്നു. അതിൻ്റെ എല്ലാം കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് നിങ്ങൾ കൊടുത്ത കാര്യങ്ങളും അതിൻ്റെ കടമെടുപ്പ് പരിധി കൂട്ടാനുള്ളതിനാണ് 0.5% അഡീഷണൽ ഈ വർഷത്തേക്ക് വേണം നമ്മൾ ആവശ്യപ്പെട്ടത്. കാരണം ഈ വർഷം GSTയുടെ വലിയ തോതിലുള്ള ഒരു റവന്യൂ ലോസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രംപ് താരിഫ് കാരണം നമുക്കൊരു എക്സ്പോർട്ടിനെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിനുണ്ടാകുന്ന റവന്യൂവിന് ലോസ് ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 0.5% നമ്മൾ ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ടത് മറ്റു പല സ്റ്റേറ്റുകളും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. മറ്റു ധനകാര്യമന്ത്രിമാരോട് സംസാരിക്കുമ്പോൾ അത് സംബന്ധിച്ച് അവർ പരിശോധിച്ചിട്ടാണ് ചെയ്യാമെന്ന് പറഞ്ഞത്. നമ്മൾ അത് വർദ്ധിപ്പിക്കണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ബാക്കി ഞാൻ ഈ പറഞ്ഞ കേരള സ്പെസിഫിക്കായിട്ടുള്ള 3-4 കാര്യങ്ങൾ പറഞ്ഞത് സംബന്ധിച്ച് സംസ്ഥാനം പറഞ്ഞതിനകത്തൊരു ന്യായമുണ്ടെന്നും അതൊരു ജെന്യുവനാണെന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും സംശയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും അത് സംബന്ധിച്ചിട്ടോ ഒരു പരിശോധന വരും. ഞാൻ ഈ പറഞ്ഞ നാഷണൽ ഹൈവേക്ക് കേരളം മാത്രമാണ് ഇത്രയും വലിയ തുക കൊടുക്കേണ്ടി വന്നത്. കേരളത്തിന് മൂലധന നിക്ഷേപമാണ്. നമ്മളത് ഗ്രാൻഡായിട്ടല്ല, നമ്മളൊരു ബോറോയിങ്ങിൻ്റെ സ്പേസാണ് ചോദിക്കുന്നത്. മറ്റു കാര്യങ്ങളുമൊക്കെ അനുകൂലമായിട്ട് ഒരു പ്രതീക്ഷ. കിഫ്ബിന്ന് പണമെടുത്തപ്പോൾ അതൊരു കൂടുതലായിട്ട് ആ ബോറോയിങ്ങിനെ ഇരട്ടിയായിട്ട് ബാധിക്കുന്നു. എങ്ങനെ 5000 കടമെടുത്തു കഴിഞ്ഞാൽ കിഫ്ബിയുടെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെട്ടാണല്ലോ അതിലേക്ക് ആ കാശ് ഉപയോഗിക്കുന്നത്. കിഫ്ബിയുടെ കടമെടുപ്പ് ഇതുമായിട്ട് ബന്ധമില്ല. കിഫ്ബിയുടെ കടമെടുപ്പ് ഇതായിട്ടൊന്നും ഒരു ബന്ധമില്ല. കിഫ്ബിയുടെ കടമെടുപ്പും ഇപ്പം തന്നെ കിഫ്ബിയുടെ കടമെടുപ്പ് പ്രത്യേകമായിട്ട് അനുവദിക്കുന്നില്ല. അത് സ്റ്റേറ്റിൻ്റെ ബോറോയിങ് തന്നെ വരുന്നുണ്ട്. അതല്ല, ആ കിഫ്ബിയുടെ കടമെടുപ്പായിട്ട് ഇതിന് ബന്ധമില്ല. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൊടുത്ത പണമാണ്. അതത് ബാധിക്കില്ല. അത് വാസ്തവത്തിൽ ഒരു ജെന്യുവനായ റീസണാണ്. മറ്റ് പൊതുവിൽ അത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇത്രയും വലിയ പണം വേറെ സ്റ്റേറ്റുകൾ കൊടുക്കേണ്ടി വരുന്നില്ല. കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ അങ്ങ് കിടക്കുന്ന നാഷണൽ ഹൈവേക്ക്, കളിക്കുള്ളവിടെ കിടക്കുന്ന നാഷണൽ ഹൈവേക്ക് കൊടുത്ത പണമാണല്ലോ. അതതിനകത്ത് വരുന്നില്ല. മിനിസ്റ്റർ, ഇന്നിപ്പം ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധ്യക്ഷനാണ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉന്നതതല സമിതിയാണ് ഈ ഫണ്ട്, വയനാട് അടക്കമുള്ള കാര്യങ്ങളിൽ ഫണ്ടിൽ തീരുമാനം എടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണ നമ്മൾ 2219 ആവശ്യപ്പെട്ട് 260 കോടി തന്നു. ഈ കൂടുതൽ വേണമെന്നുള്ള ആവശ്യം വലിയ തോതിൽ ശക്തമാണ്. ആകെ 11% ചോദിച്ചതിന്റെ ഇതാക്കിയിട്ടുള്ളത്. ഈ സമിതിയിൽ ധനമന്ത്രി അടക്കമുള്ള ആളുകളുണ്ട്. നാളെ പ്രധാനമന്ത്രിനെ കാണുമ്പോഴൊക്കെ മുഖ്യമന്ത്രി ഇക്കാര്യമാണ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി കാണുമ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് എങ്ങനെ, എന്തായാലും കേരളത്തിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം സജീവമായിട്ട് പലവിധ കാര്യങ്ങൾ സജീവമായി ശ്രദ്ധപ്പെടുത്താനാണല്ലോ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം കാണുന്നത്. അതെന്തായാലും കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ്. നമുക്ക് അർഹമായ പല കാര്യങ്ങളുണ്ട്. അത് സാമ്പത്തികമായിട്ട് കിട്ടേണ്ട, ഈ ഫിനാൻസിനകത്ത് പറഞ്ഞതുപോലെ മാത്രമല്ല, നമ്മൾ പല കാര്യങ്ങളിൽ കിട്ടേണ്ട അനുമതിയുണ്ട്. നമുക്ക് വരേണ്ട സ്ഥാപനങ്ങൾ, നമ്മുടെ തൊഴിൽ മേഖലയ്ക്ക് ഉണ്ടാവേണ്ട, നമ്മുടെ പുതിയ ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടാവേണ്ട, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാവേണ്ട സ്ഥാപനങ്ങൾ, പൊതുകാര്യങ്ങൾ, അതെല്ലാം തീർച്ചയായിട്ടും ആ യോഗങ്ങളിലുണ്ട്. അത് പ്രത്യേകമാണ്. ഞാനീ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെയാണ്. മറ്റതെല്ലാം തീർച്ചയായിട്ടും ഓരോരോ അതത് സ്ഥലത്ത് അത് സംസാരിച്ചിട്ടുണ്ട്. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വായ്പ എഴുതുന്ന കഴിഞ്ഞ കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട ചർച്ച ഇല്ല, അത് ഇന്നത്തെ ചർച്ചയിൽ അത് വരുന്നില്ല. വയനാട് ഇന്നത്തെ ഈ ചർച്ചയിൽ അത് വരുന്നില്ല. എപ്പോഴും നല്ല കാര്യങ്ങൾ വരും എന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നത്തെ എന്നൊന്ന് ഇന്ന് വാർത്ത വന്ന് ഞാൻ കണ്ടില്ല. സഭ വെച്ച കണക്കോ? സഭ വെച്ച കണക്കിനകത്ത് സാമ്പത്തികമായ കാര്യങ്ങൾ കഴിഞ്ഞ അതിന്റെ നമ്മുടെ കവറിംഗ് ലെറ്റർ ഇതാണ്. ഫിനാൻസ് മിനിസ്റ്ററുടെ നോട്ടീസ് ഏതാ വെച്ചേ? അത് പൊതുവിൽ സംസ്ഥാനത്തിന്റെ ധനകാര്യ കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല, അത് അതിനകത്ത് പറഞ്ഞേക്കുന്ന ഈ ബഡ്ജറ്റിന് പുറത്തുള്ള വായ്പയെടുപ്പിനെ സംബന്ധിച്ച്
CNTG പറഞ്ഞ കാര്യത്തിൽ നമ്മുടെ വ്യത്യസ്തത നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ബോറോയിങ് പരിധി വരുന്നതല്ല, നേരത്തെ എടുക്കുന്നൊരു സ്റ്റാൻഡാണ്. അസംബ്ലിയിൽ അതുകൊണ്ടാണ് ആ ഡോക്യുമെൻ്റ് വെച്ചത്. അതിനകത്ത് നമുക്ക് തർക്കമില്ല. പക്ഷേ CNTGയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ പ്രത്യേക അനൗൺസ് ചെയ്ത റിപ്പോർട്ട് വന്നിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ 5 സംസ്ഥാനങ്ങൾ നേരത്തെയുള്ള വലിയ തോതിലുള്ള ഡെപ്റ്റ് ട്രാപ്പ് എന്നുള്ള കടക്കിണി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, എങ്കിലും വലിയ കടത്തിൻ്റെ ഒരു ഭാരത്തിൽ നിന്നും ഏറ്റവും മുന്നോട്ട് വന്ന 5 സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് എന്ന് CNTG തന്നെ റിപ്പോർട്ട് ചെയ്ത് നേരത്തെ വാർത്ത വന്നല്ലോ. നമ്മുടെ ആകെയുള്ള കടം, ഈ ഇന്ത്യ ഗവൺമെൻറ്റിനും വലിയ കടം ഉണ്ടായിരുന്നു കോവിഡ് സമയത്ത്. 67% വരെയൊക്കെ GDPയുടെ പോയിട്ടുണ്ട്. കേരളം 37-38% വരെ പോയത്, 39-അടുത്തേക്ക് പോയി. അതെല്ലാം ഈ താഴോട്ട് വന്നു ഈ ആകെയുള്ളത്. അങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടം നിയന്ത്രിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിൽ 40 വർഷക്കാലത്തിനിടയിൽ ഓരോ 5 വർഷവും കടം 90%-ഓ 100%-ഓ അല്ലെങ്കിൽ ഏകദേശം ഇരട്ടി ആകുമായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് 4 ഇയേഴ്സ്, അതിപ്പോൾ ഈ വർഷം കഴിയുമ്പോൾ 5 വർഷമാവും. ഈ ഗവൺമെൻറ് കാലം, രണ്ടാം ഗവൺമെൻറ് കാലത്ത് 5 വർഷം കൊണ്ട് ആ കടം ഇരട്ടിയാവുന്നില്ലെന്ന് മാത്രമല്ല 60%-ത്തിനടുത്തേക്ക് ആ വർധന വരുന്നുള്ളൂ. വെച്ചാൽ സാധാരണഗതിയിൽ മുൻപൊക്കെ അനുവദിച്ചിരുന്ന പോലെ കടമെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ 6 ലക്ഷം കോടിയിലേക്ക് എത്തേണ്ട കേരളത്തിൻ്റെ ബോറോയിങ് 4,70,000 കോടിക്ക് അപ്പുറത്തേക്ക് പോയില്ല എന്ന് കണക്കുകൾ വന്നു. എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ് കിട്ടിയ കണക്കനുസരിച്ചാണെങ്കിൽ 1,25,000 കോടിയും കൂടി എടുക്കാൻ പറ്റുമായിരുന്നു കേരളത്തിന്. പക്ഷേ അത്രയും എടുക്കാൻ അനുമതി കിട്ടിയില്ല. എന്നിട്ടും പ്രവർത്തനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ബോറോയിങ് കുറയുകയും പൊതുവിലുള്ള എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുകയും ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് CNTGയുടെ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടിൻ്റെ കോപ്പി വേണമെങ്കിൽ തരികയും ചെയ്യാം. അത് കുറച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടാണ്. CNTG റിപ്പോർട്ട് ചെയ്തതിനകത്ത് അങ്ങോട്ട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ കേരളം ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി കടന്ന് മുന്നോട്ട് പോകുമ്പോൾ കുറേ കൂടി ഗ്രോത്ത് പല മേഖലയിൽ വരും. കേരളത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നല്ലപോലെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. മറ്റേത് കഴിഞ്ഞ വർഷങ്ങളിലെ റിപ്പോർട്ടായി വന്നത്. അതിനകത്ത് നമ്മൾ വെച്ചേക്കുന്ന അഭിപ്രായം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞിട്ട് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കാര്യത്തിൽ പറഞ്ഞേക്കുന്നത് ശരിയല്ല എന്നുള്ള സമീപനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ നേരത്തെ ധനമന്ത്രിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇറങ്ങിയിരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഇതൊക്കെ പോസിറ്റീവ് ചർച്ചയായിട്ടാണ് തോമസ് മാഷ് നിരവധി തവണ ധനമന്ത്രി മാഷും പറഞ്ഞിരുന്നു. പക്ഷെ പലതും യാഥാർത്ഥ്യമാകുന്ന സാഹചര്യമുണ്ട്. അല്ല, ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു കോപ്പറേറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ്, കോപ്പറേറ്റീവ് ഫെഡറലിസം നമ്മൾ പറയുന്നത് അത് ശക്തമായിട്ട് പോകണം. വ്യത്യസ്തമായ രാഷ്ട്രീയ കാര്യങ്ങളിലോ സാമ്പത്തിക നയങ്ങളിലോ നിലപാടുകളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിലും സംസ്ഥാനങ്ങളുള്ള ബന്ധത്തിലും നല്ല ബന്ധത്തിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി കണ്ടു, നേരത്തെയും കണ്ടു. പ്രധാനമന്ത്രി, അതുപോലെ ഹോം മിനിസ്റ്റർ, പിന്നെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ, അതുപോലെ ശ്രീ നിതിൻ ഗഡ്കരി തുടങ്ങിയവരൊക്കെ കണ്ടല്ലോ. ഈ കേന്ദ്രം സംസ്ഥാന ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ചകളെന്ന് പറയുമ്പോഴും ഈ കേരളത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടത്ര പണം ഒന്നും തന്നെ കേന്ദ്രത്തിൽ നിരവധി കൂടിക്കാഴ്ചകൾ, ഒന്നല്ല രണ്ടല്ല നിരവധി കൂടിക്കാഴ്ചകൾ കഴിഞ്ഞിട്ടും ഇതുവരെ ആവശ്യമായിട്ട് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ കടബാധ്യത എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ തന്നെ നിരീക്ഷണം പിൻബലമായിരിക്കെ അത് ഈ കൂടിക്കാഴ്ചയിൽ അത് വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ എന്നത്തേക്കാണ് മാറ്റി വെക്കുന്നത്? അല്ല, ഇന്നത്തെ ധനകാര്യമന്ത്രിയെ കണ്ട കൂടിക്കാഴ്ചയില്ലെന്ന് ഞാൻ പറഞ്ഞേ. മറ്റു മീറ്റിങ്ങുകളുണ്ടല്ലോ, ആ മീറ്റിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെ റേസ് ചെയ്യും. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും പിന്നീട്. ഞാനിപ്പോൾ ഈ മീറ്റിങ്ങിനകത്ത് പോയിട്ട് വന്ന് നിങ്ങൾ ഇവിടെ ഈ കാര്യം ചോദിച്ചുകൊണ്ട് നിങ്ങളോടൊന്ന് സംസാരിച്ചാണ്. മറ്റു കാര്യങ്ങൾ പിന്നെ വരും. എന്തായാലും 100 പ്രാവശ്യം കണ്ടാലും 150 പ്രാവശ്യം കണ്ടാലും അത് കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും, കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ കാണുകയും പറയുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കേരളത്തിന് അതിൻ്റെതായ ഗുണം ഉണ്ടാവുന്നുണ്ട്, ഇല്ല എന്നല്ല. ഈ ഓരോ മേഖലയിൽ നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ കുറേയേറെ കാര്യങ്ങളിൽ നമുക്ക് വ്യത്യസ്തതകളുണ്ട്, വിമർശനങ്ങളുണ്ട്, പോളിസിപരമായ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. നയപരമായ കാര്യങ്ങളിൽ ഉള്ള വ്യത്യാസം കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നു നിയമസഭയിൽ കാരണം ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തും. അങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് തന്നെ 2 MLA-മാർ 3 MLA എന്നാ വായിച്ചേ. അല്ല, ന്യൂസ് നിങ്ങൾ പറയുന്നതല്ല കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ ഇന്നിവിടെ ആയിരുന്നു. MLA-മാരെ സസ്പെൻഡ് ചെയ്തു. സ്വാഭാവികമായി നിയമസഭയിൽ പ്രതിപക്ഷം കാണിക്കുന്നത് എന്താണ്? അത് ഞങ്ങൾ സഭയിൽ തന്നെ പറഞ്ഞതാണ്. പ്രതിപക്ഷം ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നാണ് അഭിപ്രായം. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഒരു കാര്യം ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയില്ലെങ്കിൽ പ്രതിഷേധിച്ച് പോകാം. ചിലപ്പോൾ നമ്മൾ ജനാധിപത്യത്തിനകത്ത് ഇപ്പം നമ്മൾ നിയമസഭ എന്ന് പറയുന്ന വേറൊരു ബോഡിയായി. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒക്കെ സംസാരിക്കാം, പാർലമെൻറ്റിൽ സംസാരിക്കാം. അവിടെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും.
പുറത്ത് നമ്മൾ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമരം നടത്താറുണ്ട്. ആ സമരം നടത്തുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കണം, ഒരു ചർച്ചയെങ്കിലും നടത്തണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമരത്തിനകത്ത് ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കുമ്പോൾ സമരം പലപ്പോഴും ചിലപ്പം സമരം ഒരു വഴിവിട്ട് പോകും. വിദ്യാർത്ഥി സമരമൊക്കെ നടത്തുമ്പോൾ ഉള്ള അനുഭവം ഞാൻ പറയുകയാണ്. ചർച്ചകൾക്കേ വിളിക്കാത്ത അനുഭവമുണ്ട്. പക്ഷേ നിയമസഭ അങ്ങനല്ല. എത്ര പേര് നമ്പറുണ്ടെങ്കിലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ട്. പ്രതിപക്ഷ നേതാവിനെ എണ്ണിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റും. ഭരണപക്ഷത്തിൽ പറയും ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞാൽ ബില്ലുകളുടെ ചർച്ചയുണ്ട്. അതുപോലെ പ്രത്യേക ഒരു മെൻഷൻ ചിലപ്പം കോടതി വിധിക്കകത്ത് കോടതിയിൽ പരിഗണനയിലിരിക്കുന്നൊരു കാര്യം ചിലപ്പോൾ ആ വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്ത് ആ ചർച്ചയ്ക്ക് ഗവൺമെൻറ് അനുവദിക്കുന്നുണ്ടെന്ന് വ്യക്തമാണല്ലോ. അടിയന്തര പ്രമേയം ഇത്രയും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തൊരു ചരിത്രം കേരള നിയമസഭയിലില്ല. എനിക്ക് സന്തോഷമുണ്ട്, ഫിനാൻസിൻ്റെ കാര്യം ഇവർ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ചർച്ച ചെയ്തതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റി. ആരോഗ്യരംഗത്തെ കാര്യം വന്നു, ആരോഗ്യമന്ത്രിക്ക് പറയാൻ, ആ വകുപ്പിന് പറയാൻ, MLA മാർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റി. പ്രതിപക്ഷത്തിനും അവരുടെ കാര്യം പറയാം. അതേപോലെ ഇപ്പോൾ ഈ ശബരിമലയെ സംബന്ധിച്ച് സ്വർണ്ണപ്പാളി വിഷയം, അതിൻ്റെ ആശങ്ക, ശക്തമായ നിലപാടെടുക്കും. ഒരു കുറ്റവാളി പോലും സംരക്ഷിക്കപ്പെടത്തില്ല. അങ്ങനെയുള്ളവരൊക്കെ ജയിലിനുള്ളിൽ കിടക്കുമെന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ അന്വേഷിച്ച് വരട്ടെ. അതാണ് സർക്കാരിൻ്റെ നിലപാട്. കുറ്റവാളികളെ സംബന്ധിച്ച് ഒരു എക്സ്ക്യൂസും കൊടുക്കുന്ന സർക്കാരല്ല. എന്തിനാണ് എക്സ്ക്യൂസ് കൊടുക്കുന്നത്? അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗുണം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ചർച്ച ചെയ്യാതിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. സാധാരണ ചർച്ച ചെയ്യാൻ അവസരം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ സഭ സംഭിപ്പിക്കും. ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ സംഭിപ്പിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. നിങ്ങൾ പാർലമെൻറ്റും ഒക്കെ കാണുകയും പാർലമെൻറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നവരാ. ചർച്ച ചെയ്യാൻ അവസരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വേണ്ട, ഞങ്ങൾ സമീപിക്കും എന്നുള്ളത് പാർലമെന്ററി ജനാധിപത്യത്തിൽ ആദ്യമായിട്ടായിരിക്കും നടക്കുന്നത്. അത് കേരളത്തിൽ നടന്നത്. അതേ ഉള്ളൂ പ്രശ്നം. ഏതാ അടിയന്തര പ്രമേയമോ അല്ലെന്നല്ല. ആ സഭയ്ക്കകത്ത് ഈ കേരളത്തിലെ എല്ലാ MLA മാരും വഴി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാവുന്ന കേരള നിയമസഭയ്ക്കകത്ത് ഇതിനുള്ള അവസരമുണ്ട്. നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭകളുടെ ഒക്കെ നോക്കണം. ഒരു ദിവസവും 10 ദിവസമൊക്കെ കൂടുന്ന നിയമസഭകളുണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. എനിക്ക് കൃത്യമായി ഓരോന്നിനെ പറ്റി എടുത്ത് ഞാൻ പറയുന്നില്ല. ഇവിടെ അങ്ങനല്ല. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സഭാ സമ്മേളനം ചേരുന്നത് കേരള നിയമസഭയിലാണ്. നിയമസഭയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവസരമുണ്ട്. എന്താ ചർച്ച ചെയ്യാൻ അവസരം ഇല്ലാത്ത? ചർച്ച ചെയ്യാൻ അവസരമുണ്ട്, എന്നാൽ ആ ചർച്ച ചെയ്യാനുള്ള അവസരം അങ്ങനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് പുറത്ത് BJP സമരം ചെയ്യുന്നത് BJP സമരം ചെയ്യാൻ താല്പര്യമുണ്ട്. BJP സമരം ചെയ്യുന്ന പോലെ അതിൻ്റെ കൂടെ പോയി ചെയ്യേണ്ടതല്ലല്ലോ കോൺഗ്രസ് അല്ലെങ്കിൽ UDF. അവരാ ചർച്ച ചെയ്യേണ്ടതായിരുന്നു, ആ ചർച്ച ഉപയോഗിക്കേണ്ടതായിരുന്നു, സഭാ ഫ്ലോർ ഉപയോഗിക്കേണ്ടതായിരുന്നു. അതവർ ഉപയോഗിച്ചില്ല. ഈ 4 ദിവസം അവർ ആ ഫ്ലോർ ഉപയോഗിച്ചതേ ഇല്ല. ജനാധിപത്യത്തിൽ എന്തിനാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നതെന്നുള്ള ഉത്തരവാദിത്വം അവർ കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് അവരെ സംബന്ധിച്ച പ്രശ്നം. അങ്ങനെ ബോഡി ഷേമിംഗ് നടത്തിക്കഴിഞ്ഞാലല്ലേ? അങ്ങനെ ബോഡി ഷേമിംഗ് ആരും നടത്തിയിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെ ഞാനൊരു കാര്യം പറയാമല്ലോ, ആ ഭാഗത്തെങ്ങും ഈ പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നേ ഇല്ല. നിങ്ങളിപ്പോൾ ഒരു പേര് പറഞ്ഞല്ലോ. അല്ല, ഞാനവിടെ മുഖ്യമന്ത്രിയുടെ തൊട്ടിപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്ന ഞാനാണ് നിയമസഭയിൽ. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളീ പറഞ്ഞ ആളൊന്നും അവിടെ ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ നിങ്ങൾ ആ പേരാ മനഃപൂർവ്വം ഒരാളെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, നിങ്ങളെന്തിനാ അങ്ങനെ ശ്രമിക്കുന്നത്? ആളില്ല അവിടെ. ഈ പറഞ്ഞ ആള്, ഞാൻ പ്രതിപക്ഷം പറഞ്ഞാൽ ഞാൻ അവിടെ കണ്ടോണ്ടിരുന്ന ആളാണ്. നിങ്ങളെ റെക്കോർഡ്സ് എടുത്ത് നോക്കിക്കോളൂ. അല്ലല്ല, അതാണെന്നല്ല, അങ്ങനൊന്നും ഒരു പ്രസ്താവന പറഞ്ഞിട്ടില്ല. അങ്ങനൊരു പ്രസ്താവനയല്ല പറഞ്ഞേക്കുന്നത്. അതിനകത്തൊരു ഉദാഹരണം പറഞ്ഞത് ഈ നിങ്ങളുടെ ആരോഗ്യവും ബലവും കൊണ്ടല്ല. ഈ പാർലമെന്ററി സിസ്റ്റത്തിനകത്ത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. പോലീസുകാരാണെങ്കിലും പോലീസുകാർ നല്ല പറയുന്നത് അവിടുത്തെ വാച്ചാൻമാടാണല്ലോ. അവരുടെ വയറ്റിനും നെഞ്ചിനും ഒക്കെ ഇട്ട് ഇടിക്കുന്ന കുത്തുന്ന കണ്ടോണ്ടിരിക്കുക. നമ്മൾ കണ്ടോണ്ടിരിക്കുക മനുഷ്യജീവികളാണല്ലോ അവർ. ആ സമയത്താണ് നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇങ്ങനെ അവരെ ഉപദ്രവിക്കുന്നത് ശരിയാണോ? നിങ്ങളെ വിഷ്വൽസ് എടുത്ത് നോക്കിയോ. ഞാൻ ഇതുപോലെ ക്ലോസ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന പോലെയാ അവർ നിൽക്കുന്നത്. അത്രയും ദൂരെയാണ്. ഏതാ പഴയ ചരിത്രം. അതപ്പോൾ അതുപോലെ നിങ്ങളെ ചരിത്രം പറഞ്ഞ് ന്യായീകരിക്കാനാണല്ലേ? അപ്പോൾ സംഭവങ്ങൾ കുറച്ച് കുഴപ്പമുണ്ടായെന്ന് സംബന്ധിച്ചു എന്നാണോ? ചരിത്രത്തിന്റെ പ്രശ്നമല്ല, ചരിത്രത്തിന്റെ പ്രശ്നം വേറെ ഒന്നാണ്. പക്ഷെ ഇവിടെ ആ സംഭവങ്ങൾ വന്നപ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഉദ്യോഗസ്ഥന്മാർ അവിടെ നിൽക്കുന്ന അവരെ ഇങ്ങനെ ആരായാലും ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണല്ലോ സ്റ്റാൻഡ്. ചില സമയത്ത് ചില സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായി കാണും. പക്ഷെ ഇവിടെ ആ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരാളെ പേര് പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സ്ഥലത്ത് ഞാൻ കണ്ടില്ല ഇങ്ങനെ ഈ സ്ഥലത്ത്. അപ്പോൾ അതങ്ങനില്ല. ഞാൻ കേട്ടില്ല. ഞാൻ സഭയിലില്ലായിരുന്നു. ഇന്നോ ഞാൻ കേട്ടില്ല. അല്ല, ഞാനിന്ന് കേട്ടില്ല. ഞാൻ സഭയിലില്ലായിരുന്നല്ലോ. ഒറ്റ കാര്യം, നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണപ്പാളി അടക്കമുള്ള ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്താണ് മുഖ്യമന്ത്രി മന്ത്രിമാരും ഇപ്പോൾ ഡൽഹിക്ക് കൂടിക്കാഴ്ചയ്ക്കായിട്ട് വന്നത്. ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ചില തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എതിരാകുകയുണ്ട്. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒന്നും പറയാൻ ശ്രമിക്കാം.
കഴിഞ്ഞ എത്രയോ ദിവസം ഈ സഭ വാസ്തവത്തിൽ ഇത്രയേറെ ബില്ലുകൾ കൊണ്ടുവന്ന സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചൊരു സഭയാണിത്. ഇത്രയും ദിവസം സഭ വേണേൽ ചേരാതിരിക്കാം. പക്ഷേ ഇപ്പം ഏകപാർപ്പിട ബില്ലെന്നൊക്കെ പറയുന്ന നിയമം എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു വീട് മാത്രമുള്ള ആളെ ഇറക്കി വിടാൻ പാടില്ല. അതിൻ്റെ പ്രയോഗത്തിൽ വരുമ്പോഴേ അതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. അതുപോലെ എത്രയോ വർഷമായിട്ടുണ്ടായിരുന്ന ലാൻഡ്, നിങ്ങൾക്ക് കുറച്ച് ഭൂമിയുണ്ട്, ഇപ്പം പ്രത്യേകിച്ച് ആ ഭൂമിക്കകത്ത് കുറച്ച് അധിക സ്ഥലമുണ്ട്, ചിലപ്പം വർഷങ്ങളായിട്ട് 100 വർഷമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ ലീഗലൈസ് ചെയ്യാനൊരു പ്രൊവിഷൻ കൊണ്ടുവന്നാണ്. ഇടുക്കിയും വയനാടും പോലുള്ള സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളിൽ ഇതുപോലെ ചില നിയമങ്ങൾ, അത് ഏറ്റവും ദീർഘമായ കാലമായിട്ടുണ്ടായ പ്രശ്നമാണ്. വന്യമൃഗങ്ങളെ സംബന്ധിച്ച് നിയമം ഇപ്പോൾ കൊണ്ടുവന്നു. ഇതുപോലെ എത്ര പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവരാനാണ് ഈ സഭ ചേർന്നത്. ആ സഭയ്ക്കകത്ത് പാസ്സാക്കിയ ഓരോ നിയമങ്ങളതാ. ഞാനിപ്പോൾ ഫിനാൻസിൻ്റെ ടാക്സസിൻ്റെ ഒരു നിയമം പറയാം. പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കേരളത്തിലെ പഴം, വാഴപ്പഴം ആയിക്കോട്ടെ, മാങ്ങ ആയിക്കോട്ടെ, മറ്റെന്തായിക്കോട്ടെ, അതുപോലെ തന്നെ പച്ചക്കറി ഇനങ്ങൾ ഉപയോഗിച്ചിട്ട് വൈനുണ്ടാക്കാം. ഇപ്പം മുന്തിരി വെച്ച് വൈനുണ്ടാക്കുന്നതാണ് പൊതുവിലുള്ള പ്രൊവിഷൻ. പക്ഷേ ഈ പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള വൈനുണ്ടാക്കാനുള്ള നിയമം ആദ്യ ബഡ്ജറ്റിൽ ഞാൻ പ്രഖ്യാപിച്ചതാണ്. ഇങ്ങനെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നിയമം പാസ്സാക്കിയത് ഉൾപ്പെടെ ഇപ്രാവശ്യമാണ്. ഹോർട്ടി വൈൻസ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു സഭയ്ക്കകത്ത് നടന്ന് അതിൻ്റെ ലാസ്റ്റിലെ ഒരു ദിവസം പ്രധാനമന്ത്രിയെ കാണാനും മന്ത്രിമാരെ കാണാനും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്ന കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. കേരളത്തിന് ഈ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം 6000 കോടി രൂപയുടെ കുറവുണ്ട്. 6000 കോടിയാണേ, 6000 രൂപയല്ല, 6000 കോടി രൂപ. GSTയുടെ കുറവുകൂടെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 5000 കോടിയുടെ ഷോർട്ടേജൂടെ വരാം. അങ്ങനെ ഷോർട്ടേജ് വരുന്നതിന് ആണ് ഫിനാൻസിൻ്റെ കാര്യത്തിൽ. മറ്റോരോ വകുപ്പുകളുടെ കാര്യമുണ്ട്. അങ്ങനെ ഇപ്പം നിങ്ങൾ പറഞ്ഞ വയനാട് പോലെയുള്ള കാര്യങ്ങളുണ്ടാവും, മറ്റു നാഷണൽ ഹൈവേയുടെ കാര്യം ഉണ്ടാവും, പൊതുവിലുള്ള കേരളത്തിൻ്റെ മറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ച് സമയം ചോദിച്ചിരിക്കുന്നു. അപ്പോയിൻമെൻറ്റ് കിട്ടി വന്നതാണ്. ആ അപ്പോയിൻമെൻറ്റ് കിട്ടി വന്ന ഇന്നൊരു ദിവസം അല്ലല്ലോ സഭ. ഇത്രയും ദിവസം സഭ ചേരുകയാണ്. അപ്പോൾ അതിനകത്ത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ഇവിടെ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഈ സമരം അകത്ത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുകയും പുറത്ത് എല്ലാ സ്ഥലത്തും കത്തിക്കുകയും ചെയ്യുന്ന ആരാന്നൂടെ ശ്രദ്ധിച്ചോ? ചെയ്യുന്ന ആരാ? BJP. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ചെയ്യുന്ന BJP, അങ്ങനെ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഒക്കെ ചർച്ച നടക്കും. പക്ഷേ അവരുടെ പൊളിറ്റിക്സ് അതാണ്. BJP അങ്ങനെ ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് അതിൻ്റെ കൂടെ ഉണ്ട്. അതിനകത്ത് എന്താ ഇടതുപക്ഷം അതിനകത്ത് എന്താ ചെയ്യേണ്ടത്? ഇടതുപക്ഷത്തിന് ചെയ്യാൻ പറ്റുന്നത്, ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നത്, അവർ സമരം ചെയ്യുന്നുണ്ട്. സമരം ഇങ്ങനല്ല ചെയ്യേണ്ടത്. കോടതിയാണ് ഇക്കാര്യത്തിനകത്തൊരു കാര്യം പറഞ്ഞേക്കുന്നത്. ഒരു പ്രത്യേക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചു. ആ ഇൻവെസ്റ്റിഗേഷൻ ടീം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് കാര്യം നടത്തുക എന്നല്ലാതെ വേറൊരു കാര്യമില്ല. ഗവൺമെൻറ് അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഗവൺമെൻറ് അതിനകത്ത് തർക്കമില്ല. ആ ടീം ഉണ്ടായിക്കോട്ടെ, അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് നടത്തുന്നതിന് എല്ലാ സപ്പോർട്ടും കൊടുക്കുക. ഇവർക്കും കൊടുക്കേണ്ട കാര്യങ്ങൾ, അവിടെ പറയേണ്ട കാര്യങ്ങൾ അത് പറയുക തുടങ്ങിയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ പുകമറ ഉണ്ടാക്കി ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എന്തോ ആണെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒട്ടും ഗുണകരമായ കാര്യമല്ല. അത് ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, നിയമ സംവിധാനത്തിൻ്റെ ഒരു പൊതുകാര്യങ്ങൾ അംഗീകരിക്കുന്നതിനും ഇവർ തടസ്സം ഉണ്ടാക്കുന്ന കാര്യമാണ്.